ഹാഷി ഫോണിലൂടെ അഭിയോട് വീട്ടിൽ നടന്ന തീരുമാനം മുഴുവൻ പറഞ്ഞു. അവനത് കേട്ടതും അവൻ്റെ ഫ്രണ്ട്സിനടുത്തേക്ക് ഓടി. ഏതോ ഒരു പെണ്ണുമായി പഞ്ചാര അടിച്ച് നിൽക്കുന്ന ഇമ്രാനെ എടുത്ത് അവൻ വട്ടം കറങ്ങി. "ഡാ, നിനക്കെന്താ പ്രാന്തായോ? താഴെ ഇറക്കടാ!" അവനെ താഴെ ഇറക്കിയതും വിനോദും അവരുടെ അടുത്തേക്ക് വന്നു. അഭി അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു. "ഡാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നെക്സ്റ്റ് സൺഡേ എൻ്റെയും ആദിയുടെയും എൻഗേജ്മെൻ്റ് ആണ്. എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയുന്നില്ല." അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആവേശം നിറഞ്ഞു നിന്നിരുന്നു. "ഡാ, ഇത്ര പെട്ടെന്നോ?" വിനു ചോദിച്ചു. "വിവാഹത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? ഇപ്പോൾ എൻഗേജ്മെൻ്റ് വീട്ടുകാരുടെ തീരുമാനമാണെന്ന്. ഞാനും കരുതിയില്ല എല്ലാം ഇത്ര പെട്ടെന്നാകുമെന്ന്." സന്തോഷം കൊണ്ട് അഭിയുടെ മുഖം വിടർന്നിരുന്നു. അവൻ്റെ പ്രണയത്തിൻ്റെ തീവ്രത അറിയാവുന്ന ആ കൂട്ടുകാരും അതിൽ പങ്കുചേർന്നു. അന്ന് മുഴുവൻ അതിൻ്റെ പേരിൽ അഭിയെ മുടിപ്പിച്ച് നടന്നു അവർ. പാർട്ടി തിരക്കുകളിലേക്ക് കടന്നു എല്ലാവരും. മനുവിനും സൂസനും ഒരേ കളറിൽ ഗൗണും സൂട്ടും ഡിസൈൻ ചെയ്തു. അതുപോലെ ആദിക്കും അഭിക്കും. മുൻപത്തേക്കാൾ ആർഭാടമായി അതിഥികളെ ക്ഷണിച്ചിരുന്നു. ഓഫീസ് സ്റ്റാഫിനും ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും അത് മനുവിൻ്റെയും സൂസൻ്റെയും പാർട്ടിക്കായിരുന്നു. ആദി ആരാണെന്ന് അവർക്കറിയാത്തത് കൊണ്ട് എൻഗേജ്മെൻ്റ് വിവരം അവരോട് പറഞ്ഞിരുന്നില്ല. എല്ലാവർക്കും ഒരു സർപ്രൈസ് ആകട്ടെ എന്നത് ആദിയുടെയും കൂട്ടുകാരുടെയും അഭിപ്രായമായിരുന്നു. പ്രത്യേകിച്ച് സൂസൻ്റെ. പാർട്ടി ദിവസത്തോടടുത്തതും എല്ലാവരും ചിറക്കിലേക്ക് എത്തിച്ചേർന്നു. അഭി തലേ ദിവസം മാത്രമേ എത്തൂ. സൂസനും മനുവും ആദി കൊടുത്ത പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറി. അതോടെ ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യെന്നും പറഞ്ഞ് എറിക്ക് ചിറക്കൽ വീട്ടിൽ ഹാഷിയുടെ കൂടെ കൂടി. വീട്ടുകാരുടെ കാര്യമെല്ലാം എറിക്കിലൂടെ അറിയുന്നുണ്ടെങ്കിലും അവർ തങ്ങളെ അംഗീകരിക്കാത്തത് സൂസന് ഒരുപാട് വിഷമമുണ്ടാക്കി. ഒന്നിലും പൂർണ്ണമായി സന്തോഷിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പാർട്ടിയുടെ 2 ദിവസം മുൻപ് ആദി അവരുടെ ഫ്ലാറ്റിലേക്ക് വന്നു. വാതിൽ തുറന്നതും അവളുടെ കൂടെ വന്ന ആളെ കണ്ട് അവർ ഞെട്ടി. "അപ്പച്ചാ!" മനുവിനെ തള്ളി മാറ്റി സൂസൻ ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചോട് ചേർന്നു. അവൾ കരഞ്ഞുകൊണ്ട് അയാളെ തിരികെ തിരികെ പുണർന്നുകൊണ്ടേയിരുന്നു. മനു അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു. അവൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് തൻ്റെ മകളുമായി അകത്തേക്ക് കയറി. "അപ്പച്ചൻ ഇത്ര വേഗം ഞങ്ങളോട് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതിന് എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അന്ന് വീട്ടിൽ നടന്നതൊക്കെ നാട്ടുകാരെ ബോധിപ്പിക്കാനായിരുന്നു. അവരുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ ബന്ധം സ്വീകരിക്കാത്ത ആളാണ്. അവരെ എതിർത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അതിന് എൻ്റെ കൊച്ചിൻ്റെ സന്തോഷം കളയാനും എനിക്ക് വയ്യ. അപ്പോഴാണ് നിങ്ങളുടെ കൂട്ടുകാരി എന്നെ കാണാൻ വന്നത്. അവളാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇതാവുമ്പോൾ എനിക്ക് ഇടയ്ക്ക് നിങ്ങളെ വന്ന് കാണാം. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറക്കും. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയാൽ എനിക്ക് നിങ്ങളെ ആ പേരും പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരാം. അതുവരെ തൽക്കാലം ഇങ്ങനെ പോട്ടെ. പിന്നെ വീട്ടിലുള്ളവരെ കുറിച്ച് പേടിക്കണ്ട. അവർക്കൊക്കെ എല്ലാം അറിയാം. അവർക്കാർക്കും നിങ്ങളോട് ഒരു പരിഭവവുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരും വരും ഇവിടേക്ക് നിങ്ങളെ കാണാൻ." അപ്പച്ചൻ പറയുന്നത് കേട്ട് സൂസനും മനുവും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. അപ്പോഴേക്കും എല്ലാവർക്കും കോഫിയുമായി ആദി അവരുടെ അടുത്തേക്ക് വന്നു. "ഇതൊക്കെ എപ്പോ?" "അതൊക്കെയുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്താലോ എന്നേ പറഞ്ഞുള്ളൂ. നടപ്പിലാക്കിയത് മൊത്തം അപ്പച്ചൻ തന്നെയാ. എനിക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോണിലൂടെ തരുന്നുണ്ടായിരുന്നു. നിങ്ങളെ രജിസ്റ്റർ മാരേജ് ചെയ്യിക്കാൻ പറഞ്ഞതുൾപ്പെടെ." "ഇങ്ങനെ നാട്ടുകാരെ പേടിക്കണോ അപ്പച്ചാ?" അത് പറയുമ്പോൾ സൂസൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. "ഞാനൊരു പഴഞ്ചനല്ലേ കൊച്ചേ. ഇനിയും ആ നാട്ടിൽ ജീവിക്കണ്ടേ? നിങ്ങൾ പുതിയ കുട്ടികളെപ്പോലെ പെരുമാറാൻ എനിക്ക് കഴിയില്ല. ഇത് കുറച്ച് കാലത്തേക്കല്ലേ. എല്ലാം ശരിയാകും." തൻ്റെ നെഞ്ചിൽ ചാരിയിരിക്കുന്ന മകളെ തലോടിക്കൊണ്ട് അയാൾ പറഞ്ഞു. അവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എറിക്ക് അങ്ങോട്ട് ആടിപ്പാടി വന്നത്. കൊച്ചപ്പനെ കണ്ടതും അവനൊന്ന് സ്റ്റക്കായി. പിന്നെ തിരിഞ്ഞോടാൻ ഒരുങ്ങിയതും "ഡാ മോനെ, നീ വെറുതെ ഓടണ്ട. ഇവിടെ പ്രശ്നമൊന്നുമില്ല. എല്ലാം പറഞ്ഞ് സോൾവായി." അവൻ ഇളിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോയി ഇരുന്നു. പിന്നെ അവൻ്റെ സംശയങ്ങളും എല്ലാവരും കൂടി തീർത്തു കൊടുത്തു. പോകാൻ നേരം അയാൾ സൂസൻ്റെ കൈയെടുത്ത് മനുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. "എല്ലാ ആർഭാടത്തോടെയും ഇവളുടെ കൈ പിടിച്ചു കൊടുക്കണം എന്നായിരുന്നു എനിക്ക്. അതെന്തായാലും നടന്നില്ല. എന്നാലും എൻ്റെ കൊച്ച് ഹാപ്പിയാണല്ലോ. അപ്പച്ചന് അത് മതി. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മക്കൾക്കുണ്ടാകും. പിന്നെ എൻ്റെ ജീവനാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. ഒരിക്കലും അവളെ സങ്കടപ്പെടുത്തരുത് കേട്ടോ മോനെ." കൊച്ചപ്പൻ്റെ മോള് അവനെ സങ്കടപ്പെടുത്തിയാലേ ഉള്ളൂ. എറിക്ക് പിറുപിറുക്കുന്നത് കണ്ട് ആദ്യം അവൻ്റെ കാലിൽ അമർത്തി ചവിട്ടി. അതോടെ അവൻ സൈലൻ്റായി. "എൻ്റെയും ജീവനാണവൾ അപ്പച്ചാ. ഒരു കുറവും വരാതെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം." അയാൾ അവൻ്റെ കവിളിൽ തലോടി. രണ്ടുപേരുടെയും നെറുകിൽ ചുംബിച്ച് അവിടെ നിന്നും യാത്ര പറഞ്ഞു പോയി. സൂസൻ വളരെ സന്തോഷത്തോടെ മനുവിനെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹം പോയതും വാതിൽ അടച്ച് കുറ്റിയിട്ട് എറിക് ആദിക്ക് നേരെ തിരിഞ്ഞു നിന്നു. അത് കണ്ടതും ആദി ജീവനും കൊണ്ട് ഓടി. എറിക്ക് പിന്നാലെയും. "നിക്കടി അവിടെ. നിന്നെ ഞാനിന്ന് കൊല്ലും. ഇത്രയും ഒപ്പിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ല."
ഞാനെന്താ നിന്റെ രണ്ടാനമ്മയ്ക്കുണ്ടായതാണോ എന്നെ ഇങ്ങനെ മാറ്റി നിർത്താൻ? പറയടി തെണ്ടി. ഹാളിലെ സോഫയുടെ മുകളിലൂടെ ചാടിയോടുന്ന ആദിയോട് അവൻ പറയുന്നുണ്ട്. ഒപ്പം അവളെ പിടിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഡൈനിങ് ടേബിളിന് ചുറ്റും കുറച്ച് റൗണ്ട് ഓടിയതും രണ്ടുപേരും തളർന്നു. ഇതെല്ലാം കണ്ട് ചിരിയോടെ നിൽക്കുകയാണ് മനുവും സൂസനും. ഞാനല്ല, എല്ലാം നിന്റെ കൊച്ചപ്പൻ്റെ പ്ലാൻ ആയിരുന്നു. നിന്നോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞത് അങ്ങേരാ. നിന്നെ ചെന്നൈ തന്നെ നിർത്താൻ പറഞ്ഞതും അപ്പച്ചനാ. കൊച്ചപ്പൻ എന്തിനാ എന്നോട് പറയണ്ട എന്ന് പറഞ്ഞത്? നിനക്കൊട്ടും രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ലെന്ന്. വെപ്രാളം കാണിച്ച് എല്ലാം കുളമാക്കുമെന്ന് തോന്നിക്കാണും. അത് സ്വാഭാവികം. അതിൽ അപ്പനെ കുറ്റം പറയാൻ കഴിയില്ല, സൂസൻ പറഞ്ഞു. ഇത് കേട്ടതും എറിക്ക് എല്ലാവരോടും മുഖം കനപ്പിച്ച് സോഫയിൽ പോയി ഇരുന്നു. അത് കണ്ട് ആദി അവനടുത്ത് പോയിരുന്ന് ചെവിയിൽ പിടിച്ച് സോറി പറഞ്ഞു. സോറി ചങ്കേ, ഇനി നിന്നോട് ഞാനൊന്നും മറച്ചു പിടിക്കില്ല. എന്താണെങ്കിലും ആദ്യം നിന്നോട് പറഞ്ഞോളാം. ഇപ്പോഴത്തേക്ക് ഒന്ന് ക്ഷമി പ്ലീസ്. സോറി. അവളുടെ മുഖം കണ്ട് എറിക്കിന് ചിരി വരുന്നുണ്ടെങ്കിലും അവൻ ബലം പിടിച്ചു തന്നെ നിന്നു. അത് കണ്ട് അവർ മൂന്നുപേരും കൂടി അവനെ ഇക്കിളിയിട്ട് ചിരിപ്പിക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ തോൽവി സമ്മതിക്കേണ്ടി വന്നു. തലേദിവസം രാവിലെ തന്നെ അഭി വീട്ടിലെത്തി. അവൻ്റെ കൂടെ അവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ നേരെ ചിറക്കിലേക്ക് പോയി. അവന് എത്രയും വേഗം ആദിയെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. തൻ്റെ സന്തോഷം മുഴുവനും അവളോട് കാണിക്കാൻ അവൻ ആഗ്രഹിച്ചു. വീട്ടിലേക്ക് കടന്നതും ഹാളിലുണ്ടായിരുന്ന സെബീനയെ അവൻ പിറകിൽ നിന്നും ചുറ്റിപ്പിടിച്ചു. അവൻ്റെ സന്തോഷം കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. ആദി പറഞ്ഞതാണ് ശരി. അവനോളം തൻ്റെ മകളെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. ഹാഷി എവിടെ ഉമ്മ? മുകളിലുണ്ട്. പിന്നെ നീ കാണാൻ വന്നത് അവനെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാം. അവളുമുണ്ട് മുകളിൽ. അവൻ സെബീനയെ കവളിൽ ഒന്ന് മുത്തി മുകളിലേക്ക് ഓടിക്കയറി. സെബീന താഴെ നിന്നും എന്തോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ്റെ കാലുകൾ അതിവേഗത്തിൽ ആദിയുടെ റൂമിലേക്ക് ചലിച്ചു. വാതിൽ അടഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ അതിൽ മുട്ടി നോക്കി. ആദി വാതിൽ തുറന്നതും അവൻ പെട്ടെന്ന് അകത്തേക്ക് കയറി അവളുടെ മുഖം കയ്യിലെടുത്ത് ചുംബിച്ചു കൊണ്ടിരുന്നു. അവളുടെ മുഖത്തിൻ്റെ ഓരോ കോണിലും അവൻ്റെ ചുണ്ടുകൾ വേഗത്തിൽ എന്നാൽ മൃദുവായി പതിഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ്റെ സന്തോഷത്തിൻ്റെ കയ്യൊപ്പായിരുന്നു ഓരോ ചുംബനങ്ങളും. അതിൽ മറ്റൊരു വികാരത്തിനും സ്ഥാനമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതൊരു പ്രണയവും കാമവും നിറഞ്ഞ ഒരു ദീർഘചുംബനത്തിന് വഴിമാറാഞ്ഞത്. ഒരുപാട് ആഗ്രഹിച്ചത് കിട്ടിയ കുഞ്ഞു തൻ്റെ ഉമ്മയെ ചുംബിക്കുന്നത് പോലെ അവൻ അവളെ നിർത്താതെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. നിഷ്കളങ്കമായ അവൻ്റെ ചുംബനങ്ങൾ. അവൻ്റെ ഉമ്മകൾക്കനുസരിച്ച് ആദി പിറകോട്ട് പോയിക്കൊണ്ടിരുന്നു. അവളെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. അവളുടെ മുഖം അവൻ്റെ ഉമിനീരിൽ കുതിരാൻ തുടങ്ങി. ഒടുവിൽ അവൻ്റെ അധരങ്ങൾ വിശ്രമം കൊടുത്ത് അവൻ അവളെ എടുത്ത് കറങ്ങാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ട് കറങ്ങുന്ന അവൻ്റെ സന്തോഷം നിറഞ്ഞ ചെമ്പൻ കണ്ണുകളിലേക്ക് ആദി നോക്കി നിന്നു. താൻ എടുത്ത തീരുമാനത്തിൽ ഏറ്റവും ശരിയായത് അഭിയോടുള്ള പ്രണയമാണെന്ന് അവൾക്ക് തോന്നി. ഒരിക്കലും മങ്ങാതെ മരണം വരെ അവൻ്റെ വിടർന്ന മുഖം കാണാൻ എന്തും ചെയ്യും എന്ന് അവൾ തീരുമാനമെടുത്തു. 2 തവണ അവളെയും കൊണ്ട് കറങ്ങിയപ്പോഴാണ് റൂമിൽ ഒരു സൈഡിലായി കിളി പോയി നിൽക്കുന്ന ഒരു കൂട്ടത്തെ അവൻ കണ്ടത്. അത് കണ്ട് ഞെട്ടി അവൻ അവളെ താഴെ ഇറക്കി. അവൻ്റെ ശരീരത്തിലൂടെ അവൾ പതിയെ ഉരഞ്ഞിറങ്ങി. ഫംഗ്ഷൻ്റെ കാര്യങ്ങളും മറ്റും സംസാരിക്കാൻ വീട്ടിലെ യുവതലമുറ മുഴുവൻ ആ റൂമിൽ ഒത്തുകൂടിയിരുന്നു. അഭിയുടെ കണ്ണുകൾ അവരിലൂടെ ഓടി നടന്നു. എറിക്, സൂസൻ, മനു, സിയാൻ, ഹയാൻ, ഹന, ഹാഷി, ഷാജി, ഷാമിൽ, ഒമർ എല്ലാവരും വായും തുറന്ന് നിൽക്കുന്നുണ്ട്. സൈഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് വാതിൽ തുറന്ന ഉടനെ അഭി അവരെ കാണാഞ്ഞത്. അഭി ആകെ ചമ്മി വശം കെട്ട് നിന്നു. അവൻ എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാതെ നിന്ന് തപ്പിക്കളിച്ചു. ആദി ചിരി കടിച്ചു പിടിച്ചു നിന്നു. അവളെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ച് അവൻ വേഗം പുറത്തേക്ക് പോയി. അവളൊരു ചിരിയോടെ അവനെ നോക്കി നിന്നു. ഇതെൻ്റെ അഭിയല്ലേ? എൻ്റെ അഭി ഇങ്ങനെയല്ല. പറന്നുപോയ ഏതോ ഒരു കിളിയെ കൂട്ടിലാക്കി ഹാഷി പറഞ്ഞു. എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. അവനെന്ത് ക്യൂട്ടല്ലേ? സൂസൻ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. ഓ കോമൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കണ്ടത് മനസ്സിലായില്ല എന്ന് പറയരുത്. കാമുകിയെ ഒറ്റയ്ക്ക് കണ്ടാൽ അവസരം മുതലാക്കുന്ന ഏതൊരു കാമുകനെയും പോലെയല്ല അവനിപ്പോൾ പെരുമാറിയത്. ഹി വാസ് എക്സ്ട്രീംലി ഹാപ്പി. അതവൻ പ്രകടിപ്പിച്ച വഴി മാത്രമാണത്. യു ആർ റിയലി ലക്കി ടു ഹാവ് ഹിം ആദി. എന്തായാലും നമ്മളൊക്കെ ഇങ്ങനെ സിംഗിളായി തന്നെ മൂത്ത് നരച്ച് പോവേയുള്ളൂ. നമ്മളെക്കാൾ എത്ര താഴെയാണ് അവൻ. ഓ, പേരിനെങ്കിലും ഒരു കാമുകിയുണ്ടാകാൻ കൊതിയാകുന്നു. എറിക്കിൻ്റെ രോദനത്തിന് ശരിയാണെന്ന് തലയാട്ടി സമ്മതിക്കുന്നുണ്ട് ഹയാനും സിയാനും ഒമറും. ആദിയുടെ കണ്ണുകൾ അപ്പോൾ ഹനയിലായിരുന്നു. അവൾ ആദിയെ നോക്കി കണ്ണുകൾ ഇറുക്കി ചിരിച്ചു. ഇതേ സമയം ഷബാനയുടെ വീട്ടിൽ അവളുടെ കഴുത്തിന് പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു ഹംദ്. ഇനി ഒരിക്കൽ കൂടി എൻ്റെ മകൻ്റെ ജീവിതത്തിന് നീയൊരു തടസ്സമായി വന്നാൽ അമ്മന് ജന്മം കൊടുത്തവളാണ് എന്നൊന്നും ഞാൻ നോക്കില്ല.
കൊന്നുകളയും നിന്നെ. നിന്നെപ്പോലെ ഒരു വിഷജന്തുവിനെ ഉമ്മയായി അവന് വേണ്ട എന്ന് ഞാൻ കരുതും. എന്നെക്കൊണ്ട് അത് ചെയ്യിക്കരുത്. ഷബാന അവൻ്റെ കയ്യിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അത് കണ്ട് ഓടിവന്ന അമൻ അയാളെ പിടിച്ചുമാറ്റി. തൻ്റെ മകൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അയാൾ പിന്നെ അവളെ ഒന്നും ചെയ്തില്ല. അവൾ നിലത്തിരുന്ന് ചുമച്ചു കൊണ്ടിരുന്നു. ഇന്നത്തോടെ നിർത്തിക്കോണം എല്ലാം. അവന് അവകാശപ്പെട്ടത് ഒന്നും അവന് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. ഞാനതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് നാളത്തെ ഒരു നിശ്ചയത്തിനും വിവാഹത്തിനും ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. കേട്ടല്ലോ? അത് പറഞ്ഞുകൊണ്ട് ഹംദ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അമൻ അവളുടെ കഴുത്ത് ഉഴിഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ആ വേദനയിലും അവളുടെ കണ്ണുകൾ പകയോടെ തിളങ്ങി.